ഇതാര് സീനുകുന്ന? മോളെ, ആഹാ, തനിച്ചിങ്ങി പോന്നു. സാറ്റർഡേ ആണ് കോൺവെന്റ് അടിക്കുന്നതെന്ന് അറിയാമായിരുന്നില്ലേ? ജോലി തിരക്ക് കാരണം ഉടനെ അങ്ങ് വരാൻ സാധിച്ചില്ല മോളെ. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്തായിരുന്നു ഇത്ര ധൃതി? ഞങ്ങൾ വരുന്നവരെ ഒരു ദിവസം കൂടെ അവിടെ താമസിക്കാൻ പാടില്ലായിരുന്നു? അതിനിപ്പ എന്നാ? അവിടെ ഒരു മലയാളം. എന്താ താനവൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ. She's my daughter. Come here, darling. സീമക്കുഞ്ഞിന് വല്ലാത്ത ധൈര്യം. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വന്നു കളഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ അസമയത്തൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്റെ ഇടത്തും വലത്തും രണ്ടാള് വേണം. കാപ്പി കാപ്പി അവിടെ വെച്ചിട്ട് അപ്പു പോയിക്കോ, എനിക്കൊന്ന് കുളിക്കണം.
പ്രയാസമല്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഈ പോക്കും കടലിൽ കുടി ആളുകൾ എന്ത് പറയുമെന്ന് നിനക്കറിയാമോ? നിനക്ക് എന്ത് വാങ്ങാമല്ലോ. പക്ഷേ നമ്മുടെ സ്റ്റാറ്റസ് കൂടി നീ നോക്കണം. അതിനിപ്പോൾ ഞാൻ എന്ത് വേണോ? അടങ്ങി ഒതുങ്ങി നടന്നാൽ നിനക്ക് തന്നെ കൊള്ളാം. യു ആർ എ ഗ്രോൺ അപ്പ് ഗേൾ. യെസ് മമ്മി, ഐ നോ ഇറ്റ്. നിന്നെ മര്യാദക്കിരുത്താൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല, നീ അല്പം ഏറിപ്പോകുന്നു. എന്തിനാ കുഞ്ഞ മമ്മിയെ കൊണ്ട് വെറുതെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കണം? കുഞ്ഞിന് ഈ കടലിൽ കൂടി ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ. ആഹാ, വേണ്ടെന്ന് വെക്കണോ? മനസ്സില്ലെങ്കിലും ടാറ്റാ. ടാറ്റാ. ടാറ്റോക്കാ. ഓക്കെ. ടാറ്റാ. Carry on. ബൈ ബൈ. മോളെ കരയാതെ. അല്ലേ ഇതാരും സീമയോ? നീ പോന്ന് ഇവിടെ ഇല്ല. രാവിലെ പുറത്തേക്ക് പോയി. എന്തുണ്ട് വിശേഷം? ഓ, ഈ പാവങ്ങൾക്ക് എന്ത് വിശേഷം ഇരിക്കുന്നു? എന്നാൽ വിശേഷമില്ലാതെയും ഇല്ല. എങ്കിൽ പറ, കേക്കട്ടെ. 4 മാസമോ? എന്ന് വെച്ച തലമണ്ട. നിനക്കൊരു ചുക്ക് മറിഞ്ഞുകൂടാ. ഞാനൊരു അമ്മയാൻ പോകുന്നു. നിനക്കെന്ത് പറ്റി? അതല്ല, എന്തോ ഉണ്ട്. വരും, നമുക്ക് അവിടെ ഇരിക്കാം. എന്താ സീമേ? എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യം വല്ലതുമാണെങ്കിൽ പറയണമെന്നില്ല. ഞാൻ പറയാം. കോൺവെന്റിൽ എന്നോട് വളരെ സ്നേഹമുള്ള ഒരു മിസ് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മിസ്. Aren't you on leave? Yes, but I have come to draw my salary for the last month. You must pass in the first class this year. I shall try. Oh my God, Nino!
ആംബുലൻസ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ മറ്റൊരു ആംബുലൻസിലാണ് മിസ്സിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇത്രയുള്ളോ കാര്യം? നിന്റെ വിഷമം കണ്ടാ തോന്നും ഞാനല്ല നീയാണ് പ്രസവിക്കാൻ പോകുന്നതെന്ന്. നീ അമ്മയാകാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പാവം കോൺവെന്റിലെ മിസ്സിയുടെ കാര്യം ഓർമ്മിച്ചു. സൗന്ദര്യ മത്സരം അനൗൺസ് ചെയ്തതിൽ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ നേരമില്ല. ഒരു ഫിലിം ചാൻസ് കിട്ടുന്നതല്ലേ? നിർത്തിട്ടെ. എങ്ങോട്ടാ? ക്ലബിൽ പോകുന്നതൊക്കെ കൊള്ളാം. അധികം വൈകുന്നതിന് മുമ്പ് ഇവിടെ എത്തണം. ഹായ് വസന്തി, ഈ കാറിൽ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? എനിക്കോ പോയി ടെന്നീസ് കളിക്കാം. എനിക്ക് ഈ ടെന്നീസ് ഒന്ന് മറന്നുകൂടാ. നീ പോയി കളിക്കും. എനിക്ക് നിന്റെ മമ്മി ഒന്ന് കാണണം. നീ പോക്കെ. ഓക്കെ, ബൈ. ഹായ്. സീമ പോവുകയാണ്. നേരം വല്ലാതെ ഇരട്ടി. അതിന് അല്ല, ഒറ്റയ്ക്ക് പോകാൻ പേടി വല്ലതുമുണ്ടെങ്കിൽ ഞാൻ കൂട്ടിന് വരും. ഇവിടെ പറഞ്ഞ പെൺകുട്ടികൾക്കെല്ലാം താൻ കൂട്ടിന് പോകുമോ? തന്റെ പെങ്ങളെ മറ്റവല്ലതും വിളിച്ചോണ്ട് പോ. വേഗം കൂട്ടിന് ചെല്ല്. ബൈ. ഹായ് അശോക്. ഹായ്. നമുക്കൊന്ന് നടക്കാൻ പോകാം. വരുന്നോ? നോ സീമ, ഞാൻ ഈ സ്വർഗീയ ലഹരിയിൽ ഒന്ന് അലിഞ്ഞു ചേരട്ടെ. ഓക്കെ, ബൈ. സീ യു. എന്താ ഇന്നലെ വരാഞ്ഞത്? ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൂടെ? ഒരു വലിയ കവിതയും കൊണ്ട് പോയതല്ലേ. കാശ് കുറെ കിട്ടിക്കാണുമല്ലോ. ഇപ്പൊ കവിതയ്ക്ക് വിലയും വിലയില്ല. പിന്നെയാണ് ഹാസ്യ കവിത. നീണ്ട കവിതയ്ക്ക് ചുരുങ്ങിയ വായനക്കാരെ ഉള്ളൂ എന്നാണ് പത്രക്കാർ പറഞ്ഞു. ഞാൻ ആലോചിച്ചൂടാ, ഒന്ന് മദ്രാസ് വരെ പോയത്. എന്തിനാ മദ്രാസിൽ പോകുന്നത്? സിനിമയ്ക്ക് പാട്ട് എഴുതാൻ. സിനിമയ്ക്ക് പാട്ട് എഴുതിയാൽ ധാരാളം പണവും കിട്ടും, പ്രതാപവും കിട്ടും. അങ്ങനെ ഇപ്പൊ ചീപ്പായിട്ടൊന്നും എഴുതണ്ട. എടി, നമുക്ക് മദ്രാസിൽ പോയി സുഖിച്ച് ജീവിക്കാം. എങ്ങും പോകണ്ട. കാശില്ലെങ്കിൽ വേണ്ടെന്നല്ലേ ഉള്ളൂ. എനിക്ക് ജോലി ഉണ്ടല്ലോ. ആ ശമ്പളം നമുക്ക് ധാരാളം മതി. ഇന്നൊന്ന് പോയി
ഭാർഗവൻ ചേട്ടനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വരണ്ടേ? എനിക്ക് കൂട്ടിരിക്കാൻ ആരും വേണ്ട. സീമയ്ക്ക് കൂട്ട് വേണമെങ്കിൽ വിളിച്ചോണ്ട് പോകും. തന്നെയല്ല, ഞാനില്ലാതെ അവള് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കും. അത്രയും നേരം ഞാനും ഒറ്റയ്ക്കിരിക്കട്ടെ. അതാണ് എന്റെ സ്നേഹം. ബ്ലോക്കൺ ഇന്ന് ലാസ്റ്റ് ചെയ്യാം. നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാനറിയാം. ഓക്കെ, ബൈ. നമുക്കങ്ങോട്ട് പോകാം. Come, let's go down. Come. ഞാനൊരു കാര്യം പറയാം. സീമയുടെ പോക്ക് ശരിയല്ല. മമ്മി ശരിയാക്കണം. സീമേ, ഇത്രയും സമയം എവിടെയായിരുന്നു? കണ്ണി കണ്ടവരുമായി ബീച്ചിലൊക്കെ അലഞ്ഞടക്കം നിനക്ക് നാണമില്ലേ? മേരാൽ നീ ഈ വീട്ടിന് പുറത്തിറങ്ങരുത്. പറഞ്ഞേക്കാം. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? മേരാൽ അവരുമായിട്ട് നീ കണ്ടുപോയ അന്ന് നീ നോക്കിക്കോ. എന്താടി? മമ്മേന്നും ഡാഡിയെന്നും മറ്റും പറഞ്ഞ എന്റെ ഫ്രീഡം തടയുന്നത് മാത്രമാണല്ലോ നിങ്ങളുടെ ജോലി. ആയാണെങ്കിൽ എന്നെ ശുശ്രൂഷിക്കാൻ സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു. ടീച്ചർ എന്നെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്നെ എപ്പോഴും വഴക്ക് പറയുക. ഇതാണോ മമ്മയുടെ ഡാഡിയുടെ കടമ? ഞാൻ സന്തോഷമായിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അവളുടെ ഒരു അഹങ്കാരം. നിങ്ങളാണ് അവൾക്ക് വേണ്ടാത്ത വളരെല്ലാം വെച്ച് കൊടുക്കുന്നത്. സീമ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. എന്ത് കാര്യം? ഒരമ്മയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എടോ, ഞാൻ ചോദിക്കട്ടെ, താൻ തന്റെ മകൾക്ക് മുലപ്പാല് കൊടുത്തിട്ടുണ്ടോ? ഒരു സൊസൈറ്റി ലേഡി തന്റെ കുട്ടിയെ ശരിക്കു നോക്കാൻ സമയമില്ല. വാട്ട് എ സ്ട്രേഞ്ച് ലൈഫ്.
Come here, Seema. ഇവിടെ നിന്ന് കളിക്കാം. സുമതി, ഞാൻ പോയി കിടക്കാൻ പോകുന്നു. നീ കുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണം. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എനിക്ക് ഒന്ന് ഉറങ്ങണം. നാളെ 10 രൂപ കൂടുതൽ അലവൻസ് വാങ്ങിക്കും. വസന്തി, വരൂ, നമുക്കൊന്ന് ചുറ്റിട്ട് വരാം. 1 മിനിറ്റ് നിൽക്കൂ, ഞാൻ ഇതാ വരുന്നു. എന്താ സീമേ, നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ വരൂ, നമുക്കിവിടെ തിരിച്ചു വരാം. സീമയ്ക്ക് അറിയാൻ പാടില്ലേ 5 മണി കഴിയാതെ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ലെന്ന്. നിനക്ക് ഇന്ന് എന്ത് പറ്റി? നത്തിങ് ദെൻ. ഓക്കെ, ബൈ. സീമേ, താങ്ക്സ്. ബൈ. ഈ വർഷം ജയിച്ചാൽ മിടിച്ചോ മറ്റോ പോകട്ടെ. വേണ്ട വേണ്ട, ഒരു കുന്തത്തിന് വയ്ക്കണ്ട. ഇത്രയും പഠിച്ചപ്പോഴേ അനുസരിക്കാതായി. ഇനി കൂടുതൽ പഠിച്ചാ പിന്നെ നോക്കണ്ട.
സീമയ്ക്ക് പിന്നെയും പഠിക്കണം എന്ന് പറഞ്ഞാലോ? എന്നാ അങ്ങോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കണം. എടോ, താൻ ദേഷ്യപ്പെടരുത്. ഹായ് സീമ, ഐ എം വെയിറ്റിംഗ് ഫോർ യു ദ ഹോൾ ഡേ സീമ. വല്ലാതെ ബോറടിക്കുന്നു. ഷാൽ ബി ഗോ ഫോർ എ ഷോ? No, I'm not interested. Bye. കേട്ടോ, സീമയെ ഇങ്ങനെ വിട്ടാൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എന്താണ് കോമഡി? താൻ തന്നെ പറയും കേട്ടെ. ഈ പ്രായത്തിൽ ഒരു ഒതുക്കം കിട്ടണമെങ്കിൽ ഉടനെ അവളെ വിവാഹം കഴിപ്പിക്കണം. വിവാഹമോ? അത് ഇത്ര നേരത്തെ വേണം? വേണം, അല്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടാതെയാകും. ചീത്തപ്പേര് കേൾപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. അതും ശരിയാണ്. ഏതായാലും ആ വഴിക്ക് ആലോചിക്കുന്നത് കൊള്ളാം. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ കിട്ടും, തേടി പിടിക്കാം. എന്റേതല്ല. അല്ലേ? ഇത് ഞാൻ നല്ല കൂടി ഇത് ഈ കണ്ട അലവരാതിനൊക്കെ ഇവിടെ റിക്രൂട്ട് ചെയ്തല്ല ഭഗവതി. ഇതൊക്കെ കൈകൊണ്ട് വാങ്ങാൻ ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ട ഗതിയോട് ഇവിടെ ഉള്ളവർക്ക് വന്നല്ലോ. എനിക്കും ചേട്ടനെ പോലെ തന്നെ ഈ വീട്ടിൽ അധികാരമുണ്ട്, അത് ഓർമ്മ വേണം. അധികാരമോ നിനക്കോ? നെയ്യേ ചാണകം വാരുക, പട്ടീനെ കുളിപ്പിക്കുക, തൂത്ത് വാരുക, എന്താ ചെയ്താൽ മതി. പുറത്ത് ഞാൻ ഇവിടുത്തെ മൊയിലാരെ ഒരു പഴയ കൂട്ടുകാരനാണ്, ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ മോനാ? MA 1ാം ക്ലാസ്സാ. എന്താ പേര്? ചന്ദ്രൻ. അവർ മെടുക്കനാ. MA പാസ്സായപ്പോൾ തൊട്ട് കല്യാണാലോചനകളാണ്. ചുവട്ടിൽ പറ്റുമ്പോ വലിയ ശമ്പളമാകുന്ന പെൺകുട്ടികളുടെ തന്നവരാ ആലോചനയായിട്ട് വരുന്നത്. പക്ഷെ അവനൊക്കെ ഒന്നും ഇഷ്ടമല്ല. Why don't you marry them? എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു ജോലിയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ ഇറങ്ങി വരാം. എന്റെ മോന ചന്ദ്രൻ ജോലി പേർത്തടി അവനും കുഴഞ്ഞു. അപ്പോഴാ ഇവിടുത്തെ കാര്യം ഓർത്തത്. ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കും പോകും. ചന്ദ്രൻ, വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ? MA ഇക്കണോമിക്സ്. ക്ലാസ് ഉണ്ടോ? യെസ്, സ്റ്റേറ്റിൽ എനിക്ക് 7th റാങ്ക് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. പോയാ ആയും കുട്ടി ഏതാ പറഞ്ഞത്? അയ്യോ, അത് ആയല്ല, ആ കുട്ടിയുടെ അമ്മയാണ്. മമ്മിയോ? എന്നാ സീമയ്ക്ക് സംശയം?
മമ്മിമാർ ഇങ്ങനൊക്കെ ചെയ്യാറുണ്ടോ? അവർ കുട്ടികളുടെ അടുത്തുനിന്ന് നടക്കുമോ? അല്ലേ ആരാ? പിന്നെ എന്തെല്ലാം വർത്തമാനം? ഉസ്താദ് ഈ അടിയായിട്ട് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ശരീരം പുഷ്ടി വയ്ക്കുന്ന എന്തെങ്കിലും നല്ല മരുന്നുകൾ വാങ്ങി കഴിക്കണം. നീ മരുന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? പിന്നെ ഈ കയ്യൊന്ന് പൊക്കി നോക്കണം. 35 കിലോ ഇല്ലേ? നോക്കണേ, ഒരു ചായ എടുക്ക്. പാലും പഞ്ചസാരയും കുറച്ച് അധികം വേണ്ടില്ല. കടുപ്പം തീരെ കുറയ്ക്കരുത്. ഒരു ചായ എടുക്ക്. കടുപ്പം മൊത്തം കുറയ്ക്കരുത്. ഒന്ന് വേഗത്തിൽ വേണം. ഞാനിവിടെ കഥകളി കാണാമെന്നല്ല കേട്ടോ. മഞ്ഞന്മാരെ കണ്ടാല് അവർക്കറിയാം. ഇന്നലെ കൊച്ചമ്മയുടെ മോട്ടോർ ബൈക്കിന്റെ പിന്നെ ഇരുന്ന് പോണ കണ്ടല്ലോ. നമുക്കൊന്നും കടലിൽ കുളിക്കണം അറിയാം. അളിയാ അതിന് സൂര്യാംസ്കാരം അറിയണ്ടേ? അതൊക്കെ നമുക്കും പഠിപ്പിച്ചു അറിയാം. പഠിപ്പിച്ചു തരും. കാലത്ത് കുളിച്ച് കുറിയും തൊട്ട് അങ്ങോട്ട് വന്നേരെ. എടാ എന്റെ ഒക്കെ വീട്ടിലെ അമ്മയും പെങ്ങളും. എന്തിനാ? സൂര്യനമസ്കാരേ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. തന്റെ ജോലി അതൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തോന്നാടാ എന്റെ ജോലി? നല്ല അന്തസ്സുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണെങ്കിൽ എന്റെ മുഖത്ത് വെച്ച് പറയടാ. നിങ്ങളെ പോലെ കാലത്തന്നെ എഴുന്നേറ്റ് പല്ലും തയ്ക്കാണ്ട് പത്രം വായിക്കാണ്ട് തീപ്പെട്ടി കമ്പോണ്ട് മീശം വരച്ചിട്ട് കണ്ട പെമ്പള്ളി കുടത്തിന്റെ അടുത്ത് പോയിട്ട് പെണ്ണുങ്ങളെ വായ നോക്കി നിൽക്കലാണ് എന്റെ ജോലി. ഇവന്റെ ഒക്കെ വീട്ടിലെ അടുപ്പില് പട്ടി വെച്ചെടുക്കായിരിക്കും. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികളെ കുറിച്ച് അനാഥം പറയാം. സാറ് പോകണം. എന്നെയൊക്കെ കൊന്നേറ്റ് ഞാൻ മരിച്ചിട്ടുള്ളതാ. എന്നെ 10 പ്രാവശ്യം തൂക്കി കൊന്നാലും കുഴപ്പമില്ല. Take your seat. അച്ഛനില്ലേ? ഇല്ല, ഞാൻ എപ്പോഴും ബിസി ഇല്ലേ? എന്നോട് വരാൻ പറഞ്ഞിരുന്നു. മറന്നു കാണാം. ഇന്ന് ഡയറി പറഞ്ഞു. എനിക്ക് ഒരു ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഗാഡ്, ജോലി കിട്ടാൻ ഇത്ര പാടാണോ? അന്വേഷിക്കുമ്പോഴറിയാം. MA പാസ്സായിട്ട് 1 കൊല്ലമായി. ഇപ്പോ പഠിക്കുന്നില്ലേ? ഞാൻ കോൺവെന്റിൽ പഠിത്തമൊക്കെ നിർത്തി. ഇപ്പോൾ സെൽഫ് സ്റ്റഡിയാണ്.
ചന്ദ്രൻ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ചന്ദ്രന്റെ കാര്യം ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓർമ്മിപ്പിക്കാൻ തരപ്പെട്ടില്ല. അക്കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാനും വന്നത്. അക്കാര്യം സാരമില്ല, ഞാൻ ഏറ്റു. വളരെ സന്തോഷം. എന്നാൽ ഞാൻ ഇറങ്ങത്തില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ കൊച്ചമ്മ, എനിക്ക് 2 ആഴ്ചത്തെ ക്യാഷ് ലീവും കുറച്ച് ക്യാഷും വേണം. ഒരു ആലോചന നടക്കുന്നുണ്ട്. എന്തോന്ന് ആലോചന? കല്യാണാലോചന. ആർക്ക്? എനിക്ക്. അവളെ കുറിച്ച് നല്ലവണ്ണം അന്വേഷിച്ചോ? അന്വേഷിച്ചു. സ്വഭാവം നല്ല സ്വഭാവമാണ്. ആര് കണ്ടാലൊന്നും സഹകരിച്ചു പോകും. ഒരൊറ്റ അമ്മ മാത്രമേ ഉള്ളൂ. എത്ര വയസ്സായി? ഒരു 50, 58, 59 വയസ്സായിക്കണം. എടാ അപ്പു, ഇത്ര ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചാലോ? അയ്യോ, പെണ്ണിനല്ല, അവളുടെ അമ്മയ്ക്ക്. അവൾക്ക് 16 വയസ്സായിന്നാ അവളുടെ അമ്മ പറയുന്നത്. പക്ഷെ നാട്ടുകാർ പറയുന്നത് 16 വയസ്സായിട്ടില്ലെന്ന്. പേര് വിശാലാക്ഷി എന്നാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം നീ പറയുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. വ്യത്യാസം കൊണ്ടൊന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പുരുഷൻ സ്നേഹിക്കുന്നത് പെണ്ണിനെയല്ല, അവളോട് സെക്സിനെയാണ്. ഒരിക്കലുമല്ല. വിവാഹം കഴിച്ചാൽ നിനക്കത് മനസ്സിലാവും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഏകാന്തതയുണ്ടല്ലോ, അതിനുള്ള ഏക മരുന്ന് ചുണക്കുട്ടിയ ഒരു പുരുഷന്റെ സ്നേഹവും സാമീപ്യവുമാണ്. സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് ബോധ്യപ്പെടുത്തട്ടെ, പിന്നീട് വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. ഇത് നല്ല തമാശ. വിവാഹം കഴിക്കാതെ ഭർത്താവ് ഉണ്ടാകുന്നത് എങ്ങനെയാ? ഭർത്താവ് സ്നേഹിക്കുന്നത് സീമയെ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുകയും വേണം. ഏതായാലും നിന്റെ നിർബന്ധം കൊള്ളാം സീമേ. അതിന് ഒരു വഴിയുണ്ട്, പറയട്ടെ? പിന്നെ എത്രയൊക്കെയാണെങ്കിലും നീ ഒരു പെണ്ണാണ് സീമേ. ആണുങ്ങൾ ചൂടായി നിൽക്കുമ്പോൾ നിന്റെ വെളച്ചിലും പരീക്ഷണവും ഒക്കെ ചെലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ മനസ്സുള്ളവരുണ്ടെങ്കിൽ മതി. അങ്ങോട്ട് നോക്കി, അതേ നോക്കി. ഞാൻ കണ്ടു. ആളൊട്ടും മോശമല്ലല്ലോ അളിയാ. ഒറ്റക്കുതിരായിട്ടാണ് നടക്കുന്നത്. കൂട്ടിന് ആരുമില്ല, ഒരു ഞൊണ്ടി കാറ് മാത്രം. കൂട്ടിന് വേണമെങ്കിൽ ഞങ്ങളും കൂടെ വരാം. ഈ നാട്ടിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ബിസിനസ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരു പ്രത്യേക കർത്തവ്യമുണ്ട്. നമ്മുടെ ക്ലബ്ബ് ഒരു പറ്റം പണക്കാരുടെ ഇത് മാത്രമാണെന്ന ധാരണ ഇന്ന് മാറിയിരിക്കുന്നു. അമ്പാടിയിൽ സ്നേഹത്തിന്റെ സന്ദേശം പരത്തിയ ശ്രീകൃഷ്ണ ഭഗവാനും തന്നെ പോലെ തന്നെ അയൽക്കാരൻ സ്നേഹിക്കാൻ ഉപദേശിച്ച യേശുക്രിസ്തുവും സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ നിറച്ച ആഹാരം കഴിച്ച് ആനന്ദിക്കുന്നവൻ പാപിയാണെന്ന് പറഞ്ഞ മുഹമ്മദ് നബിയും എല്ലാം ഉത്ബോധിപ്പിച്ചത് ഒരേ ആശയം തന്നെയാണ്. നാം 3ഉം 4ഉം നേരം ആഹാരം കഴിക്കുമ്പോൾ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാതെ നീറുന്ന ജനലക്ഷങ്ങളുണ്ട്. അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് നാം പിരിക്കുന്നത്. ഇത് വിജയിപ്പിക്കുമെന്നും വേണ്ടും വിധം വിനിയോഗിക്കുമെന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനനേതാക്കൾക്കും പത്രപ്രതിനിധികൾക്കും നിങ്ങളുടെ പേരിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം.
രാജാവളി. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ല. താങ്കൾക്ക് എന്ത് എന്നോട് പറയാൻ പറ്റും? കമൺ ലക്ഷ്മി, എന്നോട് ഇതെന്റെ കടമയാണെന്ന് തോന്നുകൊണ്ടാണ് പറയുന്നത്. പറയൂ ലക്ഷ്മി, പ്ലീസ്. അങ്ങയുടെ മകളെ ഒരല്പം കൂടി നിയന്ത്രിക്കണം. സീമയോ? അതെ, പല സ്ഥലങ്ങളിലും ചില ബോയ് ഫ്രണ്ട്സിനോടൊപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. യു മസ്റ്റ് ഹാവ് എ വാച്ച് ഓൺ ഹർ മൂവ്മെന്റ്സ്. യെസ്, ഐ വാച്ച്. അദ്ദേഹം വിളിച്ചേ. ഓഹോ, വരുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നത്. ഒന്നുമില്ല, തമ്മിൽ കാണുമ്പോൾ ഞാൻ സംസാരിച്ചോളാം. താങ്ക് യു. എടോ, ഞാൻ ആ ഹഷീറിനെ ഒന്ന് വിളിക്കുകയായിരുന്നു. ആ പയ്യന് ഒരു ജോലി തരപ്പെടുത്താൻ. ഏത് പയ്യൻ? ആ ചന്ദ്രനോ? അതെ, അവനെ പറ്റി തനിക്ക് എന്ത് തോന്നുന്നു? എന്താ പതിവില്ലാത്ത ഇങ്ങനെ ഒരു ചോദ്യം? എന്റെ മനസ്സിൽ പുതിയ ആശയം. കേക്കട്ടെ. മിടുക്കം പയ്യൻ. എടോ, ഫസ്റ്റ് ക്ലാസ്. അതിന് നിങ്ങളുടെ പുന്നാര മോള് വിവാഹത്തിന് സമ്മതിച്ചെങ്കിലല്ലേ? സമ്മതിക്കും, സമ്മതിപ്പിക്കണം. ചന്ദ്രനെ പറ്റി അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? നല്ല ഒന്നാം തരം ചെറുക്കൻ. ഒരേ ഒരു കുറവേ അവരുള്ളൂ, സാമ്പത്തികമായി വളരെ മോശം. ആരും പണം സമ്പാദിച്ചു കൊടുക്കാതെ തന്നെ എന്റെ മകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ചെറുക്കന്റെ സ്വത്ത് ഒരു പ്രശ്നമേ അല്ല. കാഴ്ചയിൽ ചന്ദ്രനക്ക് യോജിച്ചു വേണം. സ്വഭാവം മാത്രം നന്നായിരുന്നാൽ മതി. ചന്ദ്രന്റെ സ്വഭാവത്തെ പറ്റി സാറ് ഭയപ്പെടണ്ട. നല്ല തങ്കമായ സ്വഭാവം, സാറുമായിട്ട് ചേരും. കൊച്ചു കള്ളി, നീ കല്യാണത്തിനെല്ലാം സമ്മതിച്ചു അല്ലേ? അപ്പോൾ നീ വിവാഹം കഴിക്കലെന്ന് പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നു. എന്നോട് സ്നേഹമുള്ള ഒരാളുണ്ട്, നീ മാത്രം. ഒറ്റയ്ക്കിരുന്ന് ഞാൻ ബോറടിച്ചു. ആ ബോയ് ഫ്രണ്ടുമായി കണ്ടാൽ തന്നെ വീട്ടിൽ വഴക്കാണ്. എന്നാൽ പിന്നെ ലീഗലായിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഇരിക്കട്ടെ എന്ന് കരുതി. വെറും ബോയ് ഫ്രണ്ട് മാത്രം. എ ന്യൂ ടൈപ്പ് ഓഫ് ഹസ്ബൻഡ്, നോട്ട് ലൈക്ക് യുവേഴ്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Be my boyfriend.
കണ്ടോ വാസന്തി നമുക്ക് തന്നെ വെഡിങ് പ്രസന്റ്. ഈ വാച്ച് ആളുടെ പ്രസന്റേഷൻ ആണെന്നാ പറഞ്ഞു. എന്താ എങ്ങനെ എടുക്കുന്നത്? നമുക്ക് പുറത്ത് പോവണ്ടേ? ചെയ്യൂ പ്ലീസ്. La la la, la la la.
ഇന്നത്തെ എത്രയും മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. അതിന് ഇത്ര വിഷമിക്കാതെ ചന്ദ്ര. ഇതെല്ലാം ഒരു മനഃശാസ്ത്രത്തിൽ കൂടിയേ നേടിയെടുക്കാൻ പറ്റൂ. വേദനിക്കാതെ ഉടനെ എല്ലാം നേരെയാവും. സീമ കൊച്ചു പെണ്ണല്ലേ. ഇവിടെ ശരിയാകാനാ. കല്യാണം കഴിഞ്ഞിട്ടും ബ്രഹ്മചര്യായി ജീവിക്കേണ്ട ഗതികളാണ്. ചന്ദ്രൻ പേടിക്കാതെ സെക്സ് എന്താണെന്നുള്ളത് ഭാര്യയോട് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴെല്ലാം നേരെയാകും. അതിനൊരു അവസരം അവർ തരണ്ടേ? നനഞ്ഞ കോഴിയെ പോലെ വീട്ടിൽ തന്നെ കുത്തിരിക്കാതെ വൈകുന്നേരം ഭാര്യയും വിളിച്ചുകൊണ്ട് വല്ല ക്യാബററ്റോ മറ്റോ പോ. സാവകാശം ഉദ്ദേശിക്കായിരുന്നു. ഇതുവരെ കേട്ടത് വാദ്യസംഗീതം. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യമായി യേശുദാസ് പാടിയൊരു ഗാനം. ഗാനരചന സുബൈർ, സംഗീതം ബാബുരാജ്. മന്മഥനൊരുക്കും ഉദ്യാനവിരുന്നിലെ മദാലസ നർത്തകേ മനോന്മണി. മദ്യമെന്തിനു ചഷകങ്ങളിൽ മതിരാക്ഷി നീ ഒരുന്മാദലഹരി. മന്മഥനൊരുക്കും ഉദ്യാനവിരുന്നിലെ മദാലസ നർത്തകേ മനോന്മണി. മയിൽ പിലിയുഴിഞ്ഞു മലർമൊട്ടുകൾ മാറിലമർന്നു. മയിൽ പിലിയുഴിഞ്ഞു മലർമൊട്ടുകൾ മാറിലമർന്നു. മധുര മധുരമൊരു രാഗാനുഭൂതിയിൽ മനോഹരീ ഞാനലിഞ്ഞു. മന്മഥനൊരുക്കും ഉദ്യാനവിരുന്നിലെ മദാലസ നർത്തകേ മനോന്മണി. മനതാരിലിളകുന്നു മദനരസം, മണിമാരിൽ വിരിയുന്നു പുളകരസം. മനതാരിലിളകുന്നു മദനരസം, മണിമാരിൽ വിരിയുന്നു പുളകരസം.
മയക്കുന്നു തേനോലും തൂമന്ദഹാസം മമ സഖി നീയൊരു കളഹംസം മന്മഥനൊരുക്കും ഉദ്യാന വിരുന്നിലെ മദാലസ നർത്തകി മനോമണി മദ്യമെന്തിനു ചഷകങ്ങളിൽ മതിരാക്ഷി നീ ഒരു മദനഗരി മന്മഥനൊരുക്കും ഉദ്യാന വിരുന്നിലെ മദാലസ നർത്തകി മനോമണി. You be my boyfriend. 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 ഈ വാക്ക് ആരുടെ പ്രവിശേഷനാണെന്ന് പറഞ്ഞു? എന്താ പേര്? ചന്ദ്രൻ. Why don't you marry her? എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു ജോലിയാണ്. അച്ഛനില്ലേ? ഇല്ല. ജോലി എപ്പോഴും ബിസിയുണ്ട്. എന്നോട് വരാൻ പറഞ്ഞിരുന്നു. മറന്നു കാണാം. ഇന്നെന്താ കാണുന്നത്? എനിക്ക് ഒരു ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. എന്റെ മകനോടെ എന്ത് ചെയ്തു നിങ്ങൾ അവനെ? ആകെ ക്ഷോഭിച്ചിരിക്കാം. 10-20 ദിവസമായില്ലേ അവനെ കാണാതായിട്ട്? നിങ്ങളുടെ അന്തസ്സിനാണ് യോജിച്ചല്ലെന്ന് തോന്നിയല്ലേ?
അച്യുതൻ ഇങ്ങനെയൊന്നും പറയരുത്. അവൻ പാവപ്പെട്ടവനായ കാരണം അവനെ നിങ്ങൾ കൊന്നു കാണും. പറയൂ, എന്ത് ചെയ്തു എന്റെ മകനെ? അച്യുതൻ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാ വാർത്ത വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. പിന്നെ അശോകൻ വലുതും പറഞ്ഞു. പല സ്ഥലത്തും അന്വേഷിച്ചു. ചന്ദ്രൻ ചേട്ടൻ ഒരു വിവരവുമില്ല. നാളെ എറണാകുളത്ത് അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇത് ക്ഷമിക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു. അച്യുത എല്ലാം കേട്ടില്ലേ? വിരഹവേദനയെ പറ്റി കവികൾ പാടി കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ നേരിൽ കാണുന്നത് ഇപ്പോഴാണ്. ഭർത്താവ് കവിയായാൽ ഇങ്ങനെ ചില ദോഷമൊക്കെ ഉണ്ട്. വസന്തി, കവിതയുടെ രോഗം എനക്കും പകർന്നുവെന്നാ തോന്നുന്നത്. പകരുന്നത് കവിത മാത്രമല്ല. സീമേ, സ്വന്തം പുരുഷനെ ഒരു രാത്രിയിൽ കൂടുതൽ പിരിഞ്ഞിരിക്കാനുള്ള ശക്തി ഒരു സ്ത്രീക്കും ഉണ്ടാവില്ല. അതെനിക്കറിയാം. ഉണ്ടെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാമോ? ഇത് വിശേഷോൽപ്പത്തേക്കുള്ള കവിതയല്ലേ? ഒന്ന് പാടുന്നേ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. ഞാൻ പാടാൻ കൊള്ളാം. എനിക്കറിയാൻ പാടില്ലാത്ത ഏക വിദ്യ സംഗീതമാണെന്ന് നിനക്കറിയാമല്ലോ. അപ്പൊ എന്നെ കളിയാക്കിയല്ലായിരുന്നു. പിന്നെ നീ മനസ്സറിഞ്ഞ് എന്നോട് പാടാൻ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പാട്ട് പാടുകയല്ല, ചാട്ടം വരെ ചാടും. അത് കാര്യം വേറെ. മുഖവുരയല്ല, എനിക്ക് നിങ്ങളുടെ കവിതയാണ് കേൾക്കേണ്ടത്. ഒരു കാര്യം നേരത്തെ പറയാം. പെണ്ണിനെ കുറിച്ചാണ് എന്റെ കവിത. പാടിക്കഴിഞ്ഞാൽ പിണങ്ങിയില്ലെന്ന് സമ്മതിക്കണം. സമ്മതിച്ചു. കേട്ടല്ലോ? ശരി. വെണ്ണ കൊണ്ട് പെണ്ണിനെ സൃഷ്ടിച്ചു പടച്ചു. വെണ്ണ കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. വെണ്ണ കൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു പടച്ചു. വെണ്ണ കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. ചുവന്നുള്ളിയാൽ കണ്ണുമെനഞ്ഞു. ചുവന്നുള്ളിയാൽ കണ്ണുമെനഞ്ഞു. കടന്നൽ കൂടു വെച്ചു മനസ്സിൽ കള്ളിമുള്ള് നിറച്ചുമേനിയിൽ മെഴുകി പാല പൂമണം നൽകി. വെണ്ണ കൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു പടച്ചോൻ. വെണ്ണ കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. അഗ്നി നക്ഷത്രമെന്നോതി ചിലർ കർപ്പൂരധാരയാക്കി. അഗ്നി നക്ഷത്രമെന്നോതി ചിലർ കർപ്പൂരധാരയാക്കി. മാനിനി മാനസം കാണാൻ, മാനിനി മാനസം കാണാൻ കഴിയാതെ ദൈവം പോലും കുഴങ്ങി. വെണ്ണ കൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു പടച്ചോൻ. വെണ്ണ കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. ജന്മം കൊടുത്തതീശ്വരനാകാം, എന്നാൽ നന്മ നൽകാൻ മറന്നു. ജന്മം കൊടുത്തതീശ്വരനാകാം, എന്നാൽ നന്മ നൽകാൻ മറന്നു. സ്നേഹിക്കാൻ ചൊല്ലി നിയതി, പക്ഷേ വഞ്ചന മാത്രം അവൾ നൽകി. വെണ്ണ കൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു പടച്ചോൻ. വെണ്ണ കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. വെണ്ണ കല്ലുകൊണ്ടോ പെണ്ണിനെ സൃഷ്ടിച്ചു. ഒന്നുകൊണ്ട് പഠിച്ചില്ല.
ചന്ദ്രൻ ഏത് മൂലയിൽ പോയി ഒളിച്ചിരുന്നാലും ശരി 2 ദിവസത്തിനകം തൂക്കിയെടുത്ത് ഞാൻ സാറിനെ ഒളിക്കുന്നത്. ഇത് ഞാൻ ഏറ്റു സാർ, അതെന്റെ ചുമതലയാണ്, ഞാൻ ഏറ്റു സാർ. എന്തോ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് രാത്രി തന്നെ ഞാൻ എറണാകുളത്ത്. സ്ത്രീസ്വാതന്ത്ര്യം എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കാൻ എളുപ്പമുണ്ട്. മണമുള്ള പൂക്കൾ നിറഞ്ഞ ഒരുതരം മുല്ലവള്ളിയാണ് സ്ത്രീ. അവൾക്ക് എപ്പോഴും ഒരു ആശ്രയം കൂടിയേ തീരൂ. നിനക്കും കഴിവ് വന്നു തുടങ്ങി. കൂടെ ഒരു പുരുഷനുള്ളത് ഒരു ധൈര്യമാണ്, അത് ജീവിതത്തിനൊരു ശക്തിയാണ്. തീർന്നോ? ഇല്ല, ഭർത്താവിന് എത്ര പോയെത്തിയാലും ഒരു ഭാര്യയ്ക്ക് മതിയാവില്ല. നിനക്ക് നീ മതിയായില്ലല്ലോ വസന്തി. എത്രയായാലും ഒരു സ്ത്രീക്ക് മതിയാവുന്ന കാര്യമല്ല നീയും പറയുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ പറയാൻ നീയും പഠിച്ചല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദമാണിത് സീമേ. ഈ ആനന്ദത്തിന്റെ പൊട്ടാത്ത ഇഴവ് കൊണ്ട് തുന്നിയെടുത്തതാണ് ദാമ്പത്യം. വാസന്തിക്ക് ജ്ഞാനോദയം ഉണ്ടായിരിക്കുന്നു, സംശയമുണ്ട്. ജീവിതത്തിൽ അതേവരെ മനസ്സിലാക്കാത്ത പലതും ഒരു പെണ്ണ് മനസ്സിലാക്കുന്നവളുടെ ആദ്യ രാത്രിയിലാണ്. വർഷങ്ങളോളം വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട് തോന്നിയിട്ടുള്ളതിനേക്കാൾ വലിയൊരു ബന്ധം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ആ പുരുഷനോട് തോന്നാൻ എന്താണ് കാരണം? എനിക്കറിയില്ല. അല്ലെങ്കിലും നിനക്കൊന്നും അറിയില്ലല്ലോ. കണ്ണടിച്ച് പാലിടിക്കുന്ന പൂച്ചക്കുട്ടി. സമയം ഒരുപാട് ഇരട്ടി. ഞാൻ വരട്ടെ സീമേ. ബൈ ബൈ. ചന്ദ്ര, നീ പൊയ്ക്കളഞ്ഞതിൽ പിന്നെ സീമ എന്തുമാത്രം മനപ്രയാസത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? എവിടെയെല്ലാം നിന്നെ ഞാൻ തിരക്കി നടന്നു. ഇപ്പൊ തന്നെ ചന്ദ്രൻ എന്റെ കൂടെ പോയി. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായി. ഏതായാലും ഞാൻ വരുന്നില്ല. അശോകൻ ചേട്ടൻ പോയിക്കൊള്ളണം. അവൾക്ക് പണത്തിന്റെ അഹങ്കാരമാണ്. ചന്ദ്ര, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ആ സീമ. അവൾ വെറും ഒരു പാവമാണ്. ഞാനൊരു ഭർത്താവല്ലേ. അവളുടെ സ്വഭാവം മയപ്പെടുത്തി എടുക്കേണ്ട ചുമതല ചന്ദ്രന്റേതാണ്. അത് മറക്കേ. ഞാനൊരു പാവപ്പെട്ടവരെ. ചേട്ടൻ എന്റെ കാര്യം കൂടി ഒന്ന് കണക്കിലെടുക്കണം. ചന്ദ്രന്റെ പ്രശ്നം അല്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നീ അതിൽ നിന്നും വിമുക്തനാകണം. ആണുങ്ങളായാൽ മനസ്സിന് കുറച്ച് ധൈര്യമൊക്കെ വേണം. വാ, നമുക്ക് പോകാം. വരണം. എനിക്കും അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ട്. പ്രായമായെങ്കിലും അവർക്ക് നല്ല വിവരമുണ്ട്, അല്ലേ വാസന്തി? നിങ്ങൾക്ക് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞല്ലോ, വരൂ. എനിക്കോ? ആരെ? നിനക്ക് ആള് തെറ്റിക്കാണും. ഓഹോ, ലവനെ ഞാൻ അതങ്ങ് മറന്നുപോയി എന്റെ വാസന്തി. എനിക്ക് നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതം. വളച്ചു കെട്ടി പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് സമയമുണ്ട്. ഇനി ഏതായാലും സമയം കളയണം. ഗുഡ് നൈറ്റ് സീമ. സ്വീറ്റ് ഡ്രീംസ്. അശോക് സാറ് പോയോ? എന്റെ ഒരു ആദ്യമൊക്കെ തിരിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. മറന്നുപോയി കാണും. ഈ സമയത്ത് തിരുത്തിക്കാൻ കൊണ്ടുവന്ന സാധനം കൊണ്ടാ. സെക്സോ? കവിതയ്ക്കകത്തോ? ഈ സിനിമയിൽ കാണുന്ന കുളിസീൻ മാതിരി ഒറ്റക്കെന്നെ അറിയോ? താൻ ഇപ്പൊ പോയി കിടന്നുറങ്ങി. നിർബന്ധമാണെങ്കിൽ നാളെ രാവിലെ ഒന്ന് ശരിപ്പെടുത്താൻ നോക്കാം. അപ്പൊ പോയിക്കോ. എനിക്ക് പേടിയാ. എന്തിന്? പ്രസവിച്ചാൽ ഞാൻ മരിച്ചു പോകും. നീ ഇത്ര മണ്ടിയാണോ? അതിനാണ് മാർഗമില്ലാത്തത്. ഞാനാ എന്റെ ഈ കവിത ഒന്ന് തിരുത്തി തരണം. ഒരു മാസികയ്ക്ക് അയച്ചാണ്.
കയ്യക്ഷരം വളരെ മോശമാണ്. നീ തന്നെ ഒന്ന് വായിക്കാം. മദ്യമൊരിക്ക രുചിച്ച മതയാനയും മൺപതകന്ധമറിഞ്ഞ മങ്കയും മറക്കാതെ കാത്തിരിക്കുമല്ലോ ദിവസവും എന്നെനിക്കിട്ടുമെനിക്കാ സുഖീയരുകൂടി. നിനക്ക് സെക്സ് ഇല്ലെങ്കിൽ നീ എഴുതിയ കവിതയ്ക്ക് സെക്സ് ഉണ്ട് അറിയാമോ? പക്ഷേ നിന്റെ കവിതയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ ശബ്ദമാണ്. നിനക്ക് ഇതും വെച്ചുകൊണ്ട് വല്ല സിനിമയ്ക്കും പ്ലേബാക്ക് പോയിക്കൂടെ? കിട്ടും സാറേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നത്. ഉറപ്പായിട്ടും രക്ഷപ്പെട്ടത്. അപ്പോ എന്തോ നീ ഒരു കലാകാരനാണല്ലോ, നിനക്ക് ഈ ആശയമെല്ലാം എവിടെ നിന്ന് കിട്ടി? ഒരു യഥാർത്ഥ കലാകാരൻ അവന്റെ ചുറ്റുപാടുകളിൽ നിന്നും പ്രചോദനം കൊള്ളണമെന്നാണല്ലോ സാരം സാറ്. സാരം സാർ സാറ് സാരം. കൊള്ളാം, നീ ആള് മിടുക്കനാ. അതെ. ഭർത്താവ് ഭാര്യയാണോ അവളുടെ സെക്സിനെയാണോ സ്നേഹിക്കുന്നതെന്ന് ഇപ്പൊ സിനിമയ്ക്ക് ബോധ്യമായി കാണുമല്ലോ, ഇല്ലേ? നീ വേണ്ടാത്തതൊക്കെ എല്ലാവരോടും നടന്ന് പറയുന്നില്ലേ? തന്നെത്താൻ പറയാൻ പോയിട്ടല്ലേ, പിന്നെ പരിഭവിച്ചിട്ടുണ്ട് കാര്യം. എന്റെ പൊന്നെ, എല്ലാരും കൂടെ എന്നെ വലിക്കണ്ടേ? വന്ന് ഈ വാസന്തിക്ക് ഒരു വിവരമില്ലാതെ ഈ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. പോയി കിടന്ന് ഉറങ്ങണ്ടേ? എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ, എന്തോ എനിക്ക് സഹിക്കുന്നില്ല ചേട്ടാ. എനിക്കും ഈ ചേട്ടനെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ, ഓ എന്റെ പൊന്നെ, നമുക്ക് ഈ രാജ്യം വിട്ട് എവിടേക്കെങ്കിലും പോകാൻ ചേട്ടാ. പോകാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് കുതിരോട്ടത്തിൽ അവിടെ നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ വാർത്ത അറേഞ്ച് ചെയ്യാം. തമാശ കളയി ചേട്ടാ. ഈ ശരീരം മുഴുവൻ എന്റേതാണ്, എന്റേത് മാത്രം. പോ ചേട്ടാ, പാട് ചേട്ടാ. ഈ മുടി, അയ്യോ ഈ കണ്ണ്, എന്റെ അയ്യോ ഈ നെഞ്ച്, ഈ ചുണ്ട്, ഈ വയറ്, ഈ കാല്, ഈ കൈ, എല്ലാം എന്റേതാണ്. എടി, എത്ര കാലമായിട്ട് എനിക്ക് ഈ രോഗം തുടങ്ങി? എന്നെ കാശിക്ക് പറഞ്ഞിരിക്കാനാണ് എന്റെ പരിപാടി, അല്ലേ? പെങ്ങളെ, വേലയൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാൻ കുറച്ചു കാലം കൂടി ഇവിടെ ജീവിച്ചോട്ടെ. സീമേ, എന്ത് പറ്റി സീമേ? നമുക്ക് മേലെ കൊണ്ടുപോവാം. മാസന്തി വരൂ. മോളെ ലക്ഷ്മി, Congratulations, young mother.
ഭയപ്പെടേണ്ട, പുറത്തേക്ക് വരൂ. സീമയുടെ ബോധക്ഷയത്തിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നും വിഷമിക്കാനില്ല, എല്ലാം ശരിയാവും. ആ മിസ്ട്രസിന്റെ പ്രസവവും അതിനെ തുടർന്നുള്ള മരണവും സീമയ്ക്ക് വല്ലാത്തൊരു മെന്റൽ ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബോധക്ഷയം വരാനുള്ള കാരണവും അതാണ്. ഓ, ഐ സീ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. സാരമില്ല, ഇനി ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. എന്റെ പ്രസവം ഒരു അസുഖവും ഇല്ലാതെയായിരിക്കും. നിനക്ക് അബോർഷൻ നടത്തണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഏതായാലും എന്റെ പ്രസവം കഴിയുന്നതുവരെ ഒന്ന് കാത്തിരിക്കും. എന്റെ പ്രസവത്തിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പോരെ വേണോ വേണ്ടയോ തീരുമാനിക്കാൻ. എന്താ, സമ്മതിച്ചോ? എന്നാൽ ഞാൻ പോട്ടെ. നാളെ നീ അങ്ങോട്ട് വരുമോ? പതുക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സമയത്ത് ഇങ്ങനെ ദേഹമല്ലെങ്കിൽ ഓടാൻ പാടില്ലെന്ന്. സമയമായി. ആഹാ, ലക്ഷണം കണ്ടിട്ടേ ചെക്കപ്പ് വാസന്തിക്കല്ല സീമയ്ക്കാണെന്ന് തോന്നുമല്ലോ. ഡെലിവറി തൽക്കാലം വാസന്തിക്കാണെങ്കിലും ഉത്കണ്ഠയെല്ലാം സീമയ്ക്കാണല്ലോ. പിന്നെ എനിക്ക് മതി മതി, വേഗം ആവട്ടെ. ഡോക്ടർ പോകുമ്പോഴെത്തും. ഞാനിപ്പോ റെഡിയായേക്കാം. എങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ? നത്തിങ് ടു വറി. ഇതുവരെ എല്ലാം നോർമലാണ്. ആ പഴങ്ങൾ കൊണ്ടുപോയി വാസന്തി കൊടുക്കും. പറഞ്ഞത് കേട്ടില്ലേ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, വാസന്തി കുഞ്ഞ് പ്രസവിക്കാതെ കുറെ നാൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ല കോളായി. അധിക പ്രസംഗി, ഈ പറഞ്ഞിട്ട് അർത്ഥം അറിയാമോ നിനക്ക്? എന്താണ് വിവരമില്ലാത്ത അപ്പു? സോറി സീമ കുഞ്ഞ്, ഞാൻ അതിന്റെ മീനിങ് അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. ഹലോ, രാജശേഖരൻ. സാറാണോ? അതെ, ഞാൻ അശോകനാണ്. അശോകൻ. എന്താ അശോകൻ? വാസന്തി നഴ്സിംഗ് ഹോമിൽ കൊണ്ടുവന്നു. എപ്പോ ചെയ്തു? ഇപ്പോ. Don't worry, Ashokൻ. Everything will be all right. ഞങ്ങൾ കൂടെ പോയിരുന്നു, ഒന്നുകൂടെ പോയില്ല. ലക്ഷ്മി, 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 ഇങ്ങ് വരൂ. നമ്മുടെ വാസന്തിക്ക് പെയിൻ തുടങ്ങി. നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തു. ആഹാ, എങ്ങനെ ഉണ്ടെന്ന് വലുതും പറഞ്ഞു? പെയിൻ തുടങ്ങിയെന്നേ ഉള്ളൂ, പക്ഷേ ഉടനെ നമുക്ക് പോകണം. ഞാൻ വരുന്നു. ഇപ്പോഴ് മോള് വരണ്ട. ഞാനും മമ്മിയും ചന്ദ്രനും കൂടെ ചെന്ന് കണ്ടിട്ട് വേഗം ഇറങ്ങി വരാം മോളെ. അത് പറ്റില്ല, എനിക്ക് വരണം. ചെല്ലേ ചന്ദ്രൻ, പ്ലീസ് ചെല്ലേ. ഡാഡി പറയുന്നത് അനുസരിക്കൂ സീമ, ഞങ്ങൾ ഉടനെ വരാം. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോ മോള് തരച്ചോളൂ, നോക്കിക്കൊള്ളാം. हेलो हेलो, नर्सिंग होम, एक मिनट रूम
സീമ ഹിയർ. വാസന്തിക്ക് എങ്ങനെ ഇരിക്കുന്നു? ആ, താങ്ക് യു. വാസന്തിക്ക് എങ്ങനെ ഇരിക്കുന്നു? വാസന്തി കൊച്ചമ്മയ്ക്ക് ഇതുവരെയും പ്രസവം നടന്നിട്ടില്ല. അവരെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ വന്ന് വിവരം പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് പറഞ്ഞയച്ചാ. എന്നാ നിങ്ങൾ പോക്കുള്ളൂ. കുഞ്ഞ് കുഞ്ഞ് സിമ കുഞ്ഞ് സാരമില്ല, സീമയൊന്ന് ഭയന്നു പോയി, അത്രമാത്രം. എങ്കിൽ ഡോക്ടർ, സീമയെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോട്ടോ? ഓ യെസ്,
പക്ഷെ ഡോക്ടർ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് സീമയെ പരിശോധിക്കണം. എന്റെ മകളെ രക്ഷിക്കണം ഡോക്ടർ. തീർച്ചയായും ഷീ സേഫ്. ഇപ്പോൾ വളരെ താമസിച്ചു പോയി. ഇനി അബോർഷൻ നടത്തുന്നത് തന്നെ ആ കുട്ടിയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതൊരു തരം മാനിയാണ്. മെന്റൽ ട്രീറ്റ്മെന്റിൽ കൂടി തന്നെ ഭേദമാക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ മറ്റൊരു എയർ കണ്ടീഷൻ സൂട്ടിൽ ഇനി സീമ തനിയെ താമസിക്കട്ടെ. ഒരു നേഴ്സ് അറ്റൻഡ് ചെയ്യാനും ഉണ്ടാകും. ഉത്കണ്ഠയുടെ നിഴൽ പോലും സീമയെ ബാധിക്കാൻ സമ്മതിക്കരുത്. ഐ വാണ്ട് ഹർ ടു റിമെയിൻ പ്ലസന്റ് ഓൾവേസ്. അങ്ങനെ തന്നെ ചെയ്യാം ഡോക്ടർ. ലക്ഷ്മി, നമ്മുടെ ബെഡ്റൂം തന്നെ ആകട്ടെ. നമുക്ക് വേറെ മുറിയിലേക്ക് മാറാം. കോൺവെന്റിൽ വെച്ച് മരിച്ച ആ മിസ്സസ് ഉണ്ടല്ലോ, അവരുടെ മരണത്തിന്റെ ഓർമ്മ നിങ്ങളെ കാണുമ്പോഴെല്ലാം നിങ്ങളുടെ മിസ്സസിനുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുനാൾ നിങ്ങൾ സീമയുടെ ദൃഷ്ടിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് മനഃശാസ്ത്രപരമായ ഒരു ആവശ്യമാണ്. ടേക്ക് ഇറ്റ് ഈസി, എല്ലാം ശരിയാവും. എന്താ ചിന്തിക്കുന്നേ? ഇതൊക്കെ വെറും ഭയമാണ്. ഇപ്പോൾ പ്രസവം ഒരു പ്രശ്നമേ അല്ല. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്ന കാലം. എപ്പോഴും സന്തോഷമായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ ഒരു പക്ഷയുമില്ല. മനസ്സിന്റെ സന്തോഷമാണ് ഒരു ഗർഭിണിക്ക് ഏറ്റവും വലിയ ആവശ്യം. ഞാൻ എത്ര പറഞ്ഞിട്ടും പിന്നെ ആ മുഖം പാടിയല്ലോ.
കടലിൽ വഞ്ചി അടുത്തില്ല വീശി കൊടുങ്കാറ്റുമേളെ നിങ്ങളോട് ആര് പറഞ്ഞു ശോകഗാനത്തിന്റെ കാസറ്റ് ഉപയോഗിക്കാൻ? നിങ്ങൾക്കത് എവിടുന്ന് കിട്ടി? ഞാൻ അങ്ങേ മുറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാ. സീനിയെ സന്തോഷിപ്പിക്കാനുള്ള പാട്ടാണോ ഇത്? പറയുന്നത് ചെയ്താൽ മതി. സ്വന്തമായി ഓരോന്ന് കാണിക്കാനുള്ള സ്ഥലമല്ല രോഗിയെ ചികിത്സിക്കുന്നിടം. അപ്പോ എന്തോ ഞാൻ മരിച്ചു പോകുമോ? അപ്പോ ഇല്ല കുഞ്ഞിനെ എന്റെ വൈഫിന്റെ കഥ കേൾക്കണം. അപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ പക്ഷെ ഇന്ത്യക്കാരിയല്ല, അമേരിക്കൻ ലേഡി. പിന്നെ ഭാര്യ എവിടെ പോയി? എന്റെ കുഞ്ഞെ അതൊരു ഹിസ്റ്ററിയാണ്. കല്യാണം കഴിഞ്ഞ് 11 പ്രസവിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഹണിമൂണിന് പോയത്. അയ്യോ, എനിക്കാണെങ്കിൽ നായാട്ട് വലിയ ഇഷ്ടമാണ്. വെടിവെക്കിയ മൃഗങ്ങളെ അവൾക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. മോട്ടോർ സൈക്കിളിന്റെ പിന്നില് അവളെയും കയറ്റി മോട്ടോർ സൈക്കിൾ ഞാൻ ചവിട്ടി. അതിന്റെ പിന്നില് ഒരു ലോറിക്കകത്ത് കുഞ്ഞുങ്ങൾ. ലോറിയിലോ? അതെ, അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കൻ കാട്ടിലെത്തി. അമേരിക്കനല്ല അപ്പോ ഉണ്ടായിരുന്നത്? അതെ, അമേരിക്കൻ ആഫ്രിക്കയിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു 48-ല്. അങ്ങനെ എന്റെ കുഞ്ഞെ ഞങ്ങൾ കാട്ടിലെത്തിയ ഉടനെ ഞങ്ങളുടെ മുമ്പിൽ ഒരു കാട്ടാന. കണ്ടില്ലേ, കയ്യിൽ രോമാഞ്ചം കണ്ടില്ലേ? കുട്ടിനെ ഞാനും ഭാര്യ ഒരു മരത്തിലോട്ട് ചാരി അവിടെ നിന്നു. ഭാര്യ ഉറക്കെ ഇംഗ്ലീഷിൽ നിലവിളിച്ചു. അതെങ്ങനെയായിരുന്നു? മൈ ഡിയർ ഡാർലിംഗ്, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. കുട്ടിനെ ഞാൻ പറഞ്ഞു, യു ഡോണ്ട് ക്രൈ, യു ഡോണ്ട് ക്രൈ, യു ഡോണ്ട് ക്രൈ ഹസ്ബൻഡ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഹസ്ബൻഡ് അല്ല, വൈഫ്. എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു കുഞ്ഞ ഇത് പറഞ്ഞു കഴിഞ്ഞില്ല, ആന ഓടി ഇങ്ങോട്ട് വന്നു. പക്ഷെ ഭാര്യയെ പിടിച്ച് ഞാൻ മാറ്റി. ആന ഓടി വന്ന് മരത്തിലോട്ട് ഒറ്റ കുത്തു. പെട്ടെന്ന് മോട്ടോർ സൈക്കിളിന്റെ വലിയ 2 നട്ടൂരി ആനക്കൊമ്പിലിട്ട് അങ്ങോട്ട് ടൈറ്റാക്കി. കാട്ടാല്. വണ്ടർഫുൾ. ഞാൻ അന്ന് തന്നെ ഇന്ത്യയിലേക്ക് പോന്നു. അപ്പോ ഭാര്യ മക്കളിൽ കുറെ എണ്ണം മൃഗങ്ങളായിപ്പോയി. പക്ഷെ ഇന്നും അവര് സുഖമായിട്ട് ജീവിക്കും. പക്ഷേ ഞാൻ മരിച്ചു പോകും. അപ്പോ സീമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? ടെന്നീസ്. ആ ബാറ്റൊന്ന് പൊക്കിയടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ പോകുന്നുണ്ട് കാര്യങ്ങൾ. ഇനി മിസ്റ്റർ ചന്ദ്രന്റെ ഓർമ്മ ഒരു ചെറിയ ഡോസിൽ ഞാൻ സീമയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വെഡ്ഡിംഗ് ഫോട്ടോ ഇന്നു മുതൽ ആ റൂമിലുണ്ടാവും.
വെക്കോ. ആ അവിടെ തന്നെ. സീമയെ കുളിപ്പിക്കാറായില്ലേ? വരൂ. ആ കുപ്പിച്ചിടികളെല്ലാം എടുത്ത് കളഞ്ഞ് മുറി വൃത്തിയാക്കും. ആ ഫോട്ടോയും അവിടെ നിന്ന് എടുത്തേക്കും. ഇനി അത് അവിടെ വെക്കണ്ട. ശരി. ഞാൻ രാജയാണ്. ഡോക്ടർ പുറപ്പെട്ടോ? പുറപ്പെട്ടല്ലേ? ലക്ഷണം കെട്ട ശവം ഭദ്രകാളി ചൂരയിട്ട് നിൽക്കുന്ന ഒരു ചവിട്ടം കൊന്നത് എവിടെ മാറി ശവൻ? ഹലോ ഹലോ, എന്താ ഈ താമസം? സർജറിക്ക് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നും എത്തിയില്ലല്ലോ. ഇമീഡിയറ്റ് വേണമെന്നല്ലേ പറഞ്ഞത്? എന്താ അവയുമായി ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞോ? ഗുഡ്. പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ. സീമ കാണാതെ എല്ലാം കൊണ്ടുവയ്ക്കാൻ പറയൂ. യെസ് ഡോക്ടർ. ശരി, ഇതെല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കോ. അതെടുത്തോ, എടുത്തോ, വേഗം വരൂ, വേഗം വരൂ. ഏതെങ്കിലും റൂമിൽ ഡിസിൻഫാക്ടറാക്കി ഓപ്പറേഷൻ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെക്കും. ഇതൊന്നും സീമ അറിയരുത്. ബി കെയർഫുൾ. വീട് പോലെ തോന്നാവൂ. കമങ്ങൾ ചെയ്തു. യെസ് ഡോക്ടർ. പൊസിഷൻ എങ്ങനെയിരിക്കും? ഇതേവരെ നോർമൽ ആയിട്ടില്ല. വി മസ്റ്റ് ബി കോഷ്യസ്. സിസേറിയൻ കൂടി വേണ്ടി വന്നാൽ നമ്മൾ തയ്യാറായിരിക്കണം.
മുന്നോട്ട് നയിക്കുന്നത് തന്നെ. എന്റെ ഈ വേദന ഇല്ലാതാക്കും ഡോക്ടർ. സ്വന്തം കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഈ വേദനയൊക്കെ മറന്നു പോകും. എനിക്കനസിന്റെ തുരക്കാളണ്ട. നശിച്ച ജന്തുവിനെ ഞങ്ങൾ അങ്ങ് എടുത്തോണ്ട് പോട്ടെ.